വാൽപ്പാറ വാഹന ദുരന്തത്തിൽ മരിച്ച 9 പേർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. 7 പേരുടെ ഖബറടക്കം വിവിധ മഹല്ലുകളിൽ പൂർത്തിയായി. പ്രധാനാധ്യാപിക അജിത ഷൊർണൂരിലും ആശയ്ക്ക് കൊളത്തൂരിലെ വീട്ടുവളപ്പിലും അന്ത്യവിശ്രമം. മലപ്പുറം അമ്പലപ്പറമ്പ് സ്കൂളിലെ പൊതുദർശനത്തിൽ വികാരനിർഭര രംഗങ്ങൾ. പാങ്ങ് GLP സ്കൂളിലെ കുരുന്നു മനസ്സുകളിൽ തീരാമുറിവായി പ്രിയപ്പെട്ട അധ്യാപകരുടെ അപ്രതീക്ഷിത വിയോഗം. നഷ്ടമായത് നാടിന്റെ സ്കൂളിനെ മുന്നോട്ട് നയിച്ച അധ്യാപകരെ. ജീവൻ പൊലിഞ്ഞവരിൽ ഇരു കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ലാത്ത മജീദ് മാഷും. ആകെയുണ്ടായിരുന്ന 8 അധ്യാപകരിൽ 5 പേരും ഇനി കണ്ണീർ ഓർമ്മ. മജീദ് മാഷ് റൂഖിയ ദമ്പതികളുടെ വീട് സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ്. വാൽപ്പാറ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട 11 വയസ്സുകാരി മസ്മീൻ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ. ഉമ്മ ഷക്കീലയുടെ വിയോഗം അറിയാതെ ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ് അടക്കം 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ. വനിതാ സംവരണ ഭേദഗതി ബില്ലിലെ തിരിച്ചടി. പ്രതിപക്ഷത്തിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി രാത്രി 8:30 രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പ്രതിപക്ഷം തെറ്റ് ചെയ്തുവെന്നും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ. കേന്ദ്രം മുട്ടുമടക്കിയത് ജനാധിപത്യത്തിന്റെ വിജയമെന്ന് പ്രിയങ്ക ഗാന്ധി. ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ള BJPയുടെ രാഷ്ട്രീയ അജണ്ട തകർത്തെന്നും പ്രിയങ്ക. देश की जीत थी और विपक्ष की एकता की जीत थी. गृह मंत्री जी और प्रधानमंत्री जी का भाषण सुन रही थी. कई बार दोनों ने अलग अलग मौकों पर अपने भाषण में कहा कि आप लोग अगर इसके साथ सहमत नहीं होंगे तो आप कभी यहाँ नहीं बैठ सकते. രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് മഹിളാ മോർച്ച പ്രതിഷേധം. രാഹുലിന്റെ കോലം കത്തിച്ചു. രാജ്യത്തെ സ്ത്രീകളെ രാഹുൽ വഞ്ചിച്ചെന്ന് പ്രതിഷേധക്കാർ. വനിതാ സംവരണം ഇന്ത്യ സഖ്യം അട്ടിമറിച്ചെന്ന BJP ആരോപണത്തിന് മമതാ ബാനർജിയുടെ മറുപടി. മുർഷിദാബാദിലെ ലാൽ ചൌക്ക് മൈതാനത്ത് സ്ത്രീകളെ അണിനിരത്തി തൃണമൂലിന്റെ വൻ ശക്തി പ്രകടനം. ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന 152 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ 50% സ്ത്രീകളെ പങ്കെടുപ്പിക്കണമെന്ന് മമത. വയനാട് ടൗൺഷിപ്പ് വീടുകളിലെ വിള്ളൽ വിവാദം കത്തുന്നു. പരാതി ഉയർന്ന വീട് സന്ദർശിച്ച് റവന്യൂ മന്ത്രി K. രാജൻ. വീടുകളുടെ വാട്ടർ പ്രൂഫിംഗ് നടപടികൾ പൂർത്തിയായിട്ടില്ല. വെള്ളം കിനിഞ്ഞ ഭാഗം മാർക്ക് ചെയ്തതിനെ വിള്ളലെന്ന് തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് മന്ത്രി. അല്ല, അത് വളരെ കൃത്യമാണല്ലോ. അതിൻ്റെ നടുവിൽ കിനിഞ്ഞു വന്ന ഒരു ചെറിയ പാടുണ്ട്. അതിന് ചുറ്റും പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതാണ്. ക്രാക്കാണ് ഉണ്ടായത് എങ്കിൽ നമ്മൾ ആ സാധനം കൊണ്ട് ഉരച്ചാൽ അത് പോകില്ല. ഞാൻ തന്നെ നേരിട്ട് നോക്കിയതാണ്. അവിടെ ചുറ്റും വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മന്ത്രിക്കെതിരെ വീടിന്റെ ഉടമസ്ഥൻ നൌഫൽ. മന്ത്രി മായ്ക്കാൻ ശ്രമിച്ചത് മാർക്ക് ചെയ്ത ഭാഗം മാത്രം. വിള്ളൽ വന്ന ഭാഗം തൊട്ടില്ല. വിള്ളലുണ്ടെന്ന് തുറന്നു പറഞ്ഞതിന് തനിക്ക് ഭീഷണിയെന്നും നൌഫൽ. മന്ത്രി മായ്ച്ചു കളഞ്ഞാൽ പോകുന്നതല്ല വിള്ളലെന്ന് പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ്. കർണാടക ഹാസനിൽ കൃഷിയിടത്തിൽ അടിമവേല. ക്രൂരമായ തൊഴിൽ പീഡനം നേരിട്ട ഒരു മലയാളിയടക്കം 18 തൊഴിലാളികളെ മോചിപ്പിച്ച് കർണാടക പോലീസ്. രക്ഷപ്പെടുത്തിയത് കാസർഗോഡ് പുത്തികെ സ്വദേശി ഉദയൻ അടക്കമുള്ളവരെ. പോലീസ് നടപടി മകളെ കാണാനില്ലെന്ന് കാട്ടി ഒരു തൊഴിലാളിയുടെ അമ്മ നൽകിയ പരാതിയിൽ. തോട്ടത്തിലെ പണിയെടുപ്പിച്ച ശേഷം കൂലിയോ ഭക്ഷണമോ നൽകാതെ പൂട്ടിയിട്ടെന്ന് തൊഴിലാളികൾ.
BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക CCTV ദൃശ്യം പുറത്ത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിതിന്റെ ഫോൺ പരിശോധിക്കുന്നത് വ്യക്തം. ദൃശ്യം നിതിൻ മരിക്കുന്നതിന് 25 മിനിറ്റ് മുൻപുള്ളത്. രാജിവെച്ച് ആരോപണ വിധേയനായ അധ്യാപകൻ ഹാഷിം അലി, പ്രതികളായ ഡോക്ടർ റാമും സംഗീതയും ഒളിവിൽ. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പ് നടത്തിപ്പുകാർ റിമാൻഡിൽ. 3 പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തലശ്ശേരി കോടതി. ഉത്തർപ്രദേശ്, ഹരിയാന സ്വദേശികളെ കണ്ണൂർ സൈബർ പോലീസ് പിടികൂടിയത് നോയിഡയിൽ നിന്ന്. ജീവനൊടുക്കിയ ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ വീട് സന്ദർശിച്ച് സഹപാഠികൾ. മകന്റെ ഓർമ്മകളിൽ കൂട്ടുകാർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് നിതിന്റെ അമ്മ. വിങ്ങിപ്പൊട്ടി സഹപാഠികളും. നിതിന്റെ വീട്ടിലെത്തിയത് അഞ്ചരക്കണ്ടി കോളേജിലെ 33 വിദ്യാർത്ഥികൾ. സംസ്ഥാനത്ത് മിൽമ പാൽ വില വർധനയ്ക്ക് സാധ്യത. ഈ മാസം 29-ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനം. ലിറ്ററിന് 6 രൂപ കൂട്ടണമെന്ന ആവശ്യം. വില വർധനയ്ക്ക് അനുമതി തേടി വീണ്ടും സർക്കാരിനെ സമീപിക്കാൻ മിൽമയുടെ നീക്കം. കേരളത്തിൽ വീണ്ടും റെക്കോർഡ് തകർത്ത് വൈദ്യുതി ഉപയോഗം. ഇന്നലെ മാത്രം ഉപയോഗിച്ചത് 116.11 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി. തിരുത്തിയത് 2024 മെയ് മാസത്തിലെ റെക്കോർഡ്. സംസ്ഥാനത്ത് ശമനമില്ലാതെ വേനൽ ചൂട്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. പുനലൂരിലെ വാഹനാപകടത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഓട്ടോ ഡ്രൈവറായ ഫിലിപ്പും സഹോദരി ജിൻസിയും. ലോറിയിലേക്ക് ഓട്ടോ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ആലപ്പുഴ മന്തി റെസ്റ്റോറന്റ് പരസ്യത്തിലെ ശ്രീകൃഷ്ണ ചിത്രത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് CPIM. മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പ്രവൃത്തിയെന്ന് ചേർത്തല ഏരിയ കമ്മിറ്റി. ഹോട്ടൽ ഉടമകളുടെ നടപടിയെ ഒരു കാരണവശാലും ന്യായീകരിക്കാനാവില്ലെന്ന് AM ആരിഫ്. വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരെ തിരിച്ചറിയണമെന്നും മുന്നറിയിപ്പ്. കൊല്ലത്ത് അമ്മയെ മകൾ ഉപേക്ഷിച്ചു പോയതിൽ ഇടപെട്ട ആരോഗ്യമന്ത്രി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കലയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം. മകൾ ഏറ്റെടുത്തില്ലെങ്കിൽ സർക്കാരിന്റെ പുനരധിവാസ കേന്ദ്രത്തിൽ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ന്യൂസ് മലയാളം ഇംപാക്ട്. രാഷ്ട്രീയ കൗതുകമുയർത്തി വാഗമണിലെ റിസോർട്ട് ഉദ്ഘാടനം. വനവാസം എന്ന പേരിലുള്ള റിസോർട്ട് ഉദ്ഘാടനം ചെയ്ത് VD സതീശൻ. റിസോർട്ട് മുൻ മന്ത്രി KP വിശ്വനാഥന്റെ ബന്ധുവിന്റെ ഉടമസ്ഥതയിൽ. കണ്ണൂർ തിബിരി ബോംബേർ കേസിൽ 10 CPIM പ്രവർത്തകർക്ക് 25 വർഷം തടവ് ശിക്ഷ വിധിച്ച് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി 2011 നവംബറിൽ RSS പ്രവർത്തകരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ. സുഹൃത്തിനെ ആക്രമിച്ച് രക്ഷപ്പെടുന്നതിനിടെ ട്രെയിൻ തട്ടി യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി ഷഫീഖ്. അടിയേറ്റ് ഗുരുതര പരിക്കേറ്റ പ്രശാന്തൻ ചികിത്സയിൽ. പ്രശാന്തന്റെ വീട്ടിലെത്തിയ ഷഫീഖ് ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. കോഴിക്കോട് മത്സ്യബന്ധനത്തിനിടെ ബോട്ട് എഞ്ചിനിലെ പുക ശ്വസിച്ച് ഒരാൾ മരിച്ചു. 3 പേർ അബോധാവസ്ഥയിൽ ചികിത്സയിൽ. മരിച്ചത് ബംഗാൾ സ്വദേശി ഷഹദേബ് ദാസ്. അപകടമുണ്ടായത് ബേപ്പൂർ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾക്ക്. ആലപ്പുഴയിൽ ചിക്കൻ ഫ്രൈഡ് റൈസിൽ ചിക്കൻ ഇല്ല എന്ന പേരിൽ പരാക്രമം. ചിക്കൻ കിട്ടാത്തതിന് പ്രകോപിതനായ കുമാരപുരം സ്വദേശി മഹേഷ് സംഘർഷമുണ്ടാക്കി. കമ്പ്യൂട്ടർ അടിച്ചു തകർക്കുകയും ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. താമരശ്ശേരിയിൽ അനധികൃത വയൽ നികത്തലിനെതിരെ പരാതി നൽകിയ ദമ്പതികൾക്ക് നേരെ ആക്രമണം. മണ്ണ് മാഫിയ സംഘം മർദ്ദിച്ചത് ഈങ്ങാപ്പുഴ സ്വദേശി ഫസലിനെയും ഭാര്യ ഫാത്തിമത്തിനെയും. ഇരുവരും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. പോളിംഗ് ബൂത്തിലെത്താൻ 5 ദിവസം മാത്രം ശേഷിക്കെ തമിഴകത്തെ പ്രചാരണം പാരമ്യത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഇന്ന് തമിഴ്നാട്ടിൽ. മോദിയുടെ റോഡ് ഷോ വൈകിട്ട് 6 മണിക്ക് കോയമ്പത്തൂരിൽ. രാഹുലിന് 3 ഇടത്ത് പൊതുപരിപാടികൾ.
ഹോർമൂസ് കടലിടുക്കിൽ വെടിവെപ്പ്. IRGC ബോട്ടുകളിൽ നിന്ന് ടാങ്കറിന് നേരെ വെടിവെപ്പുണ്ടായെന്ന് UK മാരിടൈം ഏജൻസി. ലബനണിലെ വെടിനിർത്തലിനെ തുടർന്ന് തുറന്ന ഹോർമൂസ് വീണ്ടും അടച്ചിടാൻ. ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരായ US ഉപരോധം ഒഴിവാക്കാതെ കപ്പൽ പാത തുറക്കില്ലെന്ന് IRGC. IPL-ൽ RCBക്കെതിരെ ഡൽഹിക്ക് 176 റൺസ് വിജയലക്ഷ്യം. ഫിൽ സോൾട്ടിന് അർദ്ധ സെഞ്ചുറി. ജയിച്ചാൽ RCB ഒന്നാം സ്ഥാനത്ത്. രണ്ടാം മത്സരത്തിൽ ഇന്ന് ചെന്നൈക്ക് ഹൈദരാബാദ് എതിരാളികൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് 25 വർഷത്തിന് ശേഷം തിരിച്ചെത്തി കെവൻട്രി സിറ്റി ക്ലബ്ബ്. ഫ്രാങ്ക് ലാംപാർഡിന്റെ പരിശീലനത്തിൽ മിന്നും പ്രകടനം. EFL ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം ഉറപ്പാക്കി മുന്നേറ്റം. അടുത്ത സീസണിൽ പ്രീമിയർ ലീഗ് കളിക്കും.